രാജസ്ഥാനിലെ ടോങ്ക് ജില്ലയിൽ മുൻ ബി.ജെ.പി. എം.പി. സുഖ്ബീർ സിംഗ് ജൗനാപുരയിൽ നടത്തിയ ബ്ലാങ്കറ്റ് വിതരണ ചടങ്ങ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് പുതുപ്പകൾ വിതരണം ചെയ്യുന്നതിനിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയോട് മതം ചോദിക്കുകയും അവർക്ക് നൽകിയ പുതപ്പ് തിരികെ വാങ്ങുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ രാജസ്ഥാൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തിക്കാറാം ജൂലി ബി.ജെ.പി. നേതാവിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തിയാണ് മുൻ എം.പിയിൽ നിന്ന് ഉണ്ടായതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഫെബ്രുവരി 22-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ടോങ്ക് ജില്ലയിലെ നിവായ് തഹസീലുള്ള കരേഡ ബുഗുർജ് ഗ്രാമത്തിലാണ് വിവാദമായ സംഭവം നടന്നത്. ഫെബ്രുവരി 28-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജ്മീർ സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ഗ്രാമീണരെ ക്ഷണിക്കാനും സൗജന്യമായി പുതപ്പുകൾ വിതരണം ചെയ്യാനുമാണ് സുഖ്ബീർ സിംഗ് അവിടെ എത്തിയത്. ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിന് സമീപം വെച്ചായിരുന്നു വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. നിരവധി സ്ത്രീകൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി പുതപ്പ് വാങ്ങാൻ അവിടെ ക്യൂ നിന്നിരുന്നു. ഇതിനിടയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച വിവേചനപരമായ സംഭവം അരങ്ങേറിയത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രകാരം സുഖ്ബീർ സിംഗ് ജൗനാപുരിയെ നേരിട്ടാണ് പുതുപ്പകൾ കൈമാറുന്നത്. വരിയിൽ നിന്ന് ഒരു സ്ത്രീയോട് അദ്ദേഹം പേര് ചോദിച്ചു. അവർ തന്നെ മുസ്ലിം പേര് പറഞ്ഞതോടെ നേതാവിന്റെ ഭാവം മാറുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുള്ളവരോട് ആ സ്ത്രീക്ക് പുതപ്പ് നൽകേണ്ടെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നൽകിയ പുതപ്പ് തിരികെ വാങ്ങാൻ ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്ത ഗ്രാമീണരോട് അദ്ദേഹം കയർത്ത് സംസാരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. എന്തിനാണ് പുതപ്പ് നൽകാൻ വിസമ്മതിക്കുന്നത് എന്ന ചോദ്യത്തിന് സുഖ്ബീർ സിംഗ് നൽകിയ മറുപടി കൂടുതൽ വിവാദത്തിന് തിരികൊളുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിക്കുന്നവർക്ക് പുതപ്പ് വാങ്ങാൻ അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരസ്യമായ പ്രതികരണം. ഒരു പ്രത്യേക മതവിഭാഗം പ്രധാനമന്ത്രിയെ എതിർക്കുന്നവരാണെന്ന മുൻവിധിയോടെയാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. താൻ നൽകുന്ന സഹായം ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും ഇത് തന്റെ വ്യക്തിപരമായ പണമാണെന്നും അദ്ദേഹം വാദിച്ചു. സംഭവം പുറത്തു വന്നതോടെ രാജസ്ഥാനിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചു. പ്രതിപക്ഷ നേതാവ് തിക്കാറാം ജൂലി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചു. ഒരു ജനപ്രതിനിധിയായിരുന്ന വ്യക്തി ഇത്രയും ഇടുങ്ങിയ ചിന്താഗതി പുലർത്തുന്നത് ലജ്ജാകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദരിദ്രരായ സ്ത്രീകളോട് മതം ചോദിച്ച് അവഹേളിക്കുന്നത് ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. വിവേചനമില്ലാതെ ജനങ്ങളെ കാണേണ്ടവർ മതം നോക്കി സഹായം നിഷേധിക്കുന്നു എന്ന് തിക്കാറാം ജൂലി പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ സുപ്രിയ ശ്രീനീത് അടക്കമുള്ളവർ വീഡിയോ പങ്കുവെച്ച് പ്രതിഷേധം അറിയിച്ചു. വിവാദം കടുത്തതോടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് സുഖ്ബീർ സിംഗ് വ്യക്തമാക്കിയത്. താൻ സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമ്പോഴോ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം നൽകുമ്പോഴോ മതം നോക്കാറില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തുന്ന ഈ പ്രത്യേക പരിപാടിയിൽ മോദിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനം നൽകൂ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. താൻ നൽകുന്ന ദാനം ആർക്ക് നൽകണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം തനിക്കുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സംഭവം രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. ഫെബ്രുവരി 28-ലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. എന്നാൽ സ്വന്തം പാർട്ടി നേതാവിന്റെ ഇത്തരമൊരു പ്രവൃത്തി ബി.ജെ.പി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മതപരമായ വിവേചനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ വഴിവെക്കുന്നതെന്നും സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം.